നമസ്കാരം. നമ്മൾ ന്യൂസിലാൻഡിലെ നെൽസൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണതാണ്. സമയം രാവിലെ 8 മണി. നല്ല തണുപ്പുണ്ട്, 10 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ തണുപ്പ്. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനത്തെ നോർമൽ ഡ്രസ്സൊക്കെ ഇടാം, വലിയ പ്രശ്നമില്ല. നമ്മൾ ആക്ച്വലി 12 ദിവസത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. ന്യൂസിലാൻഡിലെ റോഡ് ട്രിപ്പ് 12 ദിവസമാണ്. ആക്ച്വലി 12 ദിവസം കൊണ്ട് ന്യൂസിലാൻഡിലെ എല്ലാ സ്ഥലങ്ങളും അരിച്ച് പറിക്കുന്നത് കാണാൻ പറ്റില്ല. ഒന്നാമത് കോസ്റ്റ്ലിയാണ്, നല്ല പൈസ ചിലവ്. ഡെയിലി നമുക്കൊരു ഇപ്പോൾ ഇവിടെ താമസിച്ചതിന് തന്നെ 4000 രൂപ വന്നു. അപ്പോൾ ഒരു ദിവസം അത്യാവശ്യം നല്ല എമൗണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൾക്കാർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 12 ദിവസം കൊണ്ട് എല്ലാം കണ്ട് തീരൂല അല്ലേ. 7.5%. അപ്പോൾ അജിം പറയണത് 7% മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് ടച്ച് ചെയ്ത് നമ്മള് ഇവിടെ എല്ലാ സിറ്റിയിലാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് കാണുന്നത് മെയിൻ അട്രാക്ഷൻ മാത്രം കാണുന്നു, നമ്മൾ പോകും. യെസ്, അതാണ് നമ്മുടെ പരിപാടി. പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ മാത്രം കണ്ടിട്ട് പോകുന്ന ഒരു റോഡ് ട്രിപ്പാണ്, ചെറിയൊരു യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സിറ്റിയും കയറും, പ്രധാനപ്പെട്ട കാഴ്ചകളും കാണുന്നുണ്ട്. ഇപ്പൊ നമ്മള് നെൽസൺ എടുക്കുവാണെങ്കിൽ നെൽസണിൽ നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന് ഇവിടുന്ന് പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഉണ്ട്. ഏബിൾ ടാസ്മാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അതൊക്കെ കാണാൻ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോണില്ല. പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ല. ഒരു വർഷം എടുത്താലും തീരില്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ. നമ്മളിപ്പോ ഇന്ത്യൻ ട്രിപ്പ് നടത്തിയപ്പോ 3 മാസത്തോളം എടുത്തിട്ടാണ് ആ ട്രിപ്പ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സ്റ്റേറ്റുകളൊക്കെ കയറി വന്നത്. ഇന്ത്യ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വർഷം 2 വർഷം കൊണ്ടൊന്നും തീരില്ല. അതേപോലെ തന്നെയാണ് ഏത് രാജ്യം ആയിക്കോട്ടെ, നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിലൊന്നും തീരില്ല. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട ലൊക്കേഷൻസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ ബാഗ് അകത്താണ്, ബാഗ് എടുത്തേക്കാം. അല്ല ഇത് നോക്കല്ലേ, ചെക്കൗട്ട് ചെയ്താ പ്രധാനപ്പെട്ട ലൊക്കേഷൻ പോലും നമ്മൾ മാർക്ക് ഔട്ട് ചെയ്ത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഒക്കെ പോകുന്നത് അല്ലേ. ചെക്കൗട്ട് ചെയ്തല്ലേ. ആ, ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ, പ്രിൻസ് ആൽബർട്ട്. ഇത് ബാറാണോ? ആ, ലിക്കർ കിട്ടും ഇവിടെ എല്ലായിടത്തും ലിക്കറൊക്കെ കിട്ടും. നോർമൽ സംഭവമൊക്കെ അങ്ങനെയാണ്. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാലും ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റിൽ പോയാലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും അവിടെ ഇങ്ങനെയൊക്കെ ആണ്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ബിയറൊക്കെ കുടിച്ച് തണുപ്പല്ലേ, തണുപ്പ് രാജ്യമല്ലേ. പക്ഷെ എന്ന് വെച്ചാൽ വഴിയിലാരും അലമ്പായിട്ട് നടക്കണം നമ്മൾ കാണാനില്ല. ഇവിടെ ചെറിയൊരു ബേക്കറി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ വണ്ടി പുറകിലാണ് കേട്ടാണ്. ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവർ പുറകിലാണ് ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി ഇട്ടു. നെൽസണിൽ നിന്ന് നമ്മൾ 8 മണിയാകുമ്പോൾ ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് വേണമെന്ന് അറിയാം, കിട്ടില്ല ലൊക്കേഷനിലോട്ടാണ്. എവിടെയെന്ന് അറിയാം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ലൊക്കേഷനിലായിരിക്കും ഒരു പിക്ചറിൽ കൂടി. അപ്പോൾ ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലോട്ട് വരാനായിട്ട് ടൂറിസ്റ്റ് അല്ലാണ്ട് നമുക്ക് സ്റ്റുഡൻ്റായിട്ടും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, സെറ്റിലാവാൻ വരുന്നവർ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ IELTS OET പോലെയുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റുകൾ നിർബന്ധമാണല്ലോ, അതിന് സ്കോറൊക്കെ വേണം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച IELTS OET CBT PET എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റുകൾക്ക് ഏറ്റവും മികച്ച ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ടിജൂസ് അക്കാദമി എന്ന് പറയുന്നത്. ടിജൂസ് അക്കാദമിയിൽ ജോയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ്സുകൾ ക്രമീകരിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല മാർക്കോടുകൂടിയൊക്കെ പാസ്സാവാനും ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ സ്റ്റുഡൻ്റായിട്ട് വരാനും അല്ലെങ്കിൽ ജോലി ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞാൽ എടുത്തു പറയാനായിട്ട് 4 മൊഡ്യൂളുകളാണല്ലോ: റീഡിങ്, റൈറ്റിങ്, ലിസണിങ്, സ്പീക്കിംഗ് ഒക്കെ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഭയങ്കര വീക്കാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ്സുകൾ ക്രമീകരിക്കുക. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ തിജു സാറിനെ പോലെയുള്ള 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. പിന്നെ നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്ത, UK-ലും ഇന്ത്യയിലും വർക്ക് ചെയ്ത ദീപ്തി മാഡം ഇതിൻ്റെ മറ്റ് ക്ലാസ്സുകളും, അതായത് ഗ്രാമർ ക്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ടിജൂസ് അക്കാദമിയിൽ ഉള്ളത്. ഹോസ്റ്റൽ സൗകര്യം വേണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ടിജൂസ് അക്കാദമിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് പോകാനായിട്ട്, പഠിക്കാനായിട്ടും വർക്ക് ചെയ്യാനായിട്ടൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർ IELTS അതുപോലെ OET ട്രെയിനിങ്ങൾക്ക് വേണ്ടിയിട്ട് ടിജൂസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ നമ്മുടെ യാത്ര തുടരുന്നു. നേരെ നെൽസണിൽ നിന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? അത് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ കാണുന്ന വാൾപേപ്പർ ഇല്ലേ,
ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ 8 മണിയായി എന്ന് പറഞ്ഞല്ല, നാട്ടിലിപ്പോൾ എത്ര മണിയായെന്ന് അറിയാമോ? ഇന്നലെ 12 മണി. ഇവിടെ ഒരു ദിവസം നേരത്തെയായി. അവിടെ എല്ലാവരും ഉറങ്ങാൻ പോകുന്നുള്ളൂ, നമ്മളിവിടെ യാത്ര തുടർന്നിരുന്നത് രാവിലെ എനിക്ക് എന്തോരം വ്യത്യാസം ഉണ്ടല്ലോ സമയത്തിന്. നമ്മളെ രാവിലെ തന്നെ ന്യൂ വേൾഡിൽ വന്നേക്കാണ്. ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എന്തെങ്കിലും ഇവിടെ നിന്ന് മേടിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കടകളിൽ നിന്നാണ് മേടിക്കണം, സൂപ്പർ മാർക്കറ്റാണ്. നമ്മളെ ഒരു സാധനം ഇവിടെ നിന്ന് മേടിച്ചത്, ഇത് ബട്ടർ ചിക്കൻ പൈ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുത്തി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ ഐറ്റം കാണാം അല്ലേ. ഇവിടെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ, സാൽമൺ ഉണ്ട്, ഫിഷ്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ നമ്മൾ ചിക്കനാണ് മേടിച്ചത്. പിന്നെ ഇത് പോണ വഴി കഴിക്കാൻ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കടകൾ കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇന്ന് സോസേജ് കിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ സോസേജും മണ്ണ് വരുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ. അതാകുമ്പോൾ $5 കൂടി വന്ന $10 അല്ലേ. ഇതിൻ്റെ റേറ്റ് $5 കണ്ടോ. ഇവിടെ ഉണ്ടല്ലോ കാറ് പാർക്ക് ചെയ്യാനൊപ്പം തന്നെ നമുക്ക് സൈക്കിളും പാർക്ക് ചെയ്യാൻ പറ്റും. ഇതുണ്ട ബൈക്ക് ഫ്രണ്ട്ലി സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ വീൽ ചെയറിൽ വരുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ അകത്തോട്ട് ആക്സസ് ഉണ്ട്. അതിവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ സംഭവം കേട്ടോ. അതായത് കാല് പാടില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമുക്കിവിടെ വന്ന സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് മേടിക്കാം. സൈക്കിളിൽ തന്നെ അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉള്ള നൈസ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറാണ്. NPDയിലാണ് ഇത്തിരി വിലക്കുറവെന്നാണ് പൊതുവെ കേൾക്കുന്നത്. ഇവിടെ എത്ര റേറ്റ്? ഇവിടെ കുറവൊന്നുമില്ലല്ലോ. ഇവിടെ 2.99. അയ്യോ നേരത്തെ 2.80 ഉണ്ടായിരുന്നു. ഇതേ അപ്പുറത്ത് സീൽ എത്രയാ? അവിടെ സെയിം റേറ്റാ, $44 കണ്ടാണ് അടിച്ചേക്കണം. കാരണം ഹാഫിന് മുകളിലുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് കാട് ഏരിയയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫുള്ളാക്കിയതാ. അപ്പോൾ 6-ാം നമ്പറിൽ നിന്ന് ചെന്നിട്ട് ഇവിടെ ഷോപ്പിൽ പറഞ്ഞാൽ മതി, ബില്ല് അവിടെ കൊടുക്കണം. അല്ല ബില്ലല്ല, കാശ് അവിടെ കൊടുക്കണം. ബില്ല് അവർ ഇങ്ങോട്ട് തരും. പിന്നെ ഇവിടെ വേറൊരു കാര്യം എഴുതിയേക്കണേണ്ട, ഈ 2.99 എന്നുള്ളത് 91 എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്, 95 എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട്. അതിന് റേറ്റ് കൂടുതലാണ്, 315 എഴുതിയേക്കണ്ട. അപ്പോൾ അത് വലിയ വലിയ കാറുകൾക്കാണ് ഈ 95 എന്ന് പറയുന്ന സംഭവം അടിക്കണം കേട്ടോ. നമ്മുടെ വണ്ടി ചെറുതായതുകൊണ്ട് 91 എന്ന് പറയുന്ന പെട്രോൾ അടിച്ചാൽ മതി. അങ്ങനെ കുറേ വെർഷൻസ് ഉണ്ട് പെട്രോളിന് തന്നെ. തൊട്ടപ്പുറത്തും പമ്പുണ്ട്, ആ പമ്പിലും സെയിം റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ അടിക്കാം. ഇതിനു മുമ്പേ അതായത് എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ അപ്പുറത്ത് റേറ്റ് ഇത്തിരി കുറവായിരുന്നു. കുറച്ച് ദൂരം വണ്ടി ഓടിച്ചപ്പോൾ റേറ്റ് കൂടി. ഇതൊക്കെ എന്താണ്? ഇവിടെ ഒരു സിറ്റിയിൽ തന്നെ പല പമ്പിലും പല റേറ്റൊക്കെയാണ്. മെഷീനിൽ നമുക്ക് $1 $2 പറ്റും. എത്ര സമയം? എന്താ സംഭവം? ഇതിങ്ങനെ എടുക്കാമല്ലോ. അതെ വെള്ളം വരുമോ? എനിക്കറിയില്ല, 2 മിനിറ്റാന്ന് തോന്നുന്നു $1. ആ 2 മിനിറ്റ് പെട്ടെന്ന് തുടങ്ങിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ സ്റ്റാർട്ട് ആവണില്ലേ? പ്രസ് ചെയ്യണമായിരിക്കും. ആ ഓക്കെ റെഡി. എൻ്റെ വല്ലോ, അതായത് വാക്കം ചെയ്തെടുക്കാൻ നിറച്ച് പൊടിയാണേ. അപ്പം നമ്മൾ $1 ഇട്ടു. അപ്പോൾ $1 എനിക്ക് തോന്നുന്നു 4 മിനിറ്റ് എന്നാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്ക് ആ വാക്കം ഉപയോഗിച്ച് നമ്മുടെ വണ്ടിയിലുള്ള പൊടിയും സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് 2 മോട്ടോർ വാക്കം 3 മോട്ടോർ വാക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് വേണം അത് സ്പീഡ് വലിക്കണേൻ്റെ സ്പീഡിൻ്റെ വ്യത്യാസമായിരിക്കും ചിലപ്പോൾ. ഈ ഡെപ്പോസിറ്റ് 1 നാളെ എഴുതി കാണിക്കണം, കുഴപ്പമില്ലായിരിക്കും അല്ലേ? നമുക്ക് 2 ഇട്ട് നോക്കിയാലോ, വേറെ 1ൻ്റെ കോയിനില്ല. ആ ഓക്കെ. ഈ $1 ഇട്ടെന്ന് പറയുമ്പോൾ 50 രൂപയായിട്ടത്. 50 രൂപയാണ്. 50 രൂപയുടെ വാക്കം ക്ലീനറാണ്. ഇപ്പോൾ നമ്മൾ പക്ഷേ 2ൻ്റെ കോലാണ് രണ്ടാമത് ഇട്ടത്. ബാക്കി ഇട്ടുമോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ സമയം കൂടുതൽ ഇട്ടായിരിക്കും. ഇവിടെ കാർ വാഷ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇതുണ്ടാ, കാറിൻ്റെ ഉള്ളിൽ കയറ്റി ഇട്ടാൽ മതി, നൈസായിട്ട് കഴുകിത്തരും. വാവ്, ഉള്ളൊക്കെ നമ്മൾ തന്നെ കഴുകേണ്ടി വരും കേട്ടോ. ഇവിടെ അങ്ങനെ സ്റ്റാഫൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഇതിനകത്ത് പൈസ ഇടുന്നു, വണ്ടി നമ്മളങ്ങനെ കയറ്റി നിർത്തുന്നു, അത് കഴുകി തരുന്നു. വേറെ ആരും കഴുകി തരില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. 5 സെക്കൻഡ് 4 3 2 1 0. താങ്ക് യു. താങ്ക് യു എഴുതി കാണിച്ചു കഴിഞ്ഞു. ഇത് സ്പ്രേ ആണോ? ആ മണമൊക്കെ ഉണ്ട്. ആ
എല്ലാ സ്ഥലത്തും വണ്ടി നിർത്തൽ ഭയങ്കര പാടാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കാണും, പക്ഷേ എല്ലാ സ്ഥലത്തും വണ്ടി നിർത്താൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പറ്റിയ സ്ഥലത്തൊക്കെ നിർത്തുമ്പോൾ നോക്കിയപ്പോൾ ഇവിടെ കണ്ട ഇതെന്താണെന്ന് അറിയാമോ, ചെറി ബ്ലോസം എന്ന് പറയും. നല്ല അടിപൊളി പൂവല്ലേ, കൊള്ളാല്ലേ? ജാപ്പനീസുകാരുടെ പൂവാണ്. ജപ്പാൻകാരുടെയാണോ? അവരിവിടെ കൊണ്ടുവന്നിട്ടാണോ? ഇത് കുറേ ഉണ്ട് നമ്മുടെ മെയിൻ സിറ്റീസിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടാ. മണമുണ്ടാ? മണമുള്ളതാണോ? അത്യാവശ്യം മണമുണ്ട്. കടലാസ് പൂ പോലത്തെ സാധനം അല്ലേ? അല്ലേ, നമ്മുടെ കടലാസ് പൂവില്ലേ? നല്ല നല്ല സുന്ദരം പൂവാണ്. നല്ല രസം. ആക്ച്വലി ഈ സ്പ്രിങ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും അധികം പൂക്കണത് ഇതാണ്. ഇത് പൂത്ത് കംപ്ലീറ്റ് ഈ ഇലയൊന്നും ഉണ്ടാവില്ല, ഈ ഇലയൊക്കെ ലാസ്റ്റ് വരുന്നതാണ്. ഒരു ലോഡുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം കാണാം. ഇത് കുറേ സ്ഥലത്തുണ്ട്. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ പിന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇടണോണ്ടേ അടിപൊളിയായി. പച്ചപ്പും അതിനിടയിൽ ഇങ്ങനത്തെ പൂക്കളും ഇതുണ്ടാ. റോഡ് സൈഡാണ് കണ്ടത്. നല്ല രസമല്ലേ കാണാനായിട്ട്. തൊട്ടപ്പുറത്ത് കാണുന്നത് ആപ്പിൾ കൃഷിയാണ്. അത് കാണുന്നത് മുന്തിരിപ്പാടമാണ്. ഇത് ആപ്പിൾ പാടം. ആപ്പിൾ മരമാണ് നിൽക്കുന്നത് മൊത്തം. നമ്മളെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വഴിയിലെന്തോ പണി നടക്കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വഴി തിരിച്ചു വിട്ടു. വഴി തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് അടിപൊളി സ്ഥലമാണ്. പോകുന്ന റൂട്ടൊക്കെ സൂപ്പറാണ്. ആ വണ്ടികൾ പോകണ്ട, നമുക്ക് വഴി ചിലപ്പോൾ പണി കിട്ടും. സ്ഥലം അടിപൊളിയാണ്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, വഴി എങ്ങോട്ടാ പോണേന്ന് അറിയാൻ പറ്റില്ല. ഭയങ്കര പൊടിയുണ്ട്. മെയിൻ റോഡിൽ നിന്നൊക്കെ മാറിയത് ഉൾ റോഡാണ് കേട്ടോ, ഉൾ സ്ഥലം. അപ്പോൾ വഴി തിരിച്ചു വിട്ടാൽ നമുക്ക് നല്ലതാണ്. ഓഫ് റോഡിങ്ങൊക്കെ ഉണ്ട്. വഴി തിരിച്ചു വിട്ടാൽ ശരിക്കും നമുക്കുള്ള ഗുണമെന്താന്ന് വെച്ചാൽ ഉള്ളിലുള്ള കുറേ സ്ഥലങ്ങൾ, അടിപൊളി സ്ഥലങ്ങൾ കാണാം. പക്ഷെ വഴി തെറ്റിയാൽ പണി കിട്ടും. ഈ മാപ്പില് വഴിയെല്ലാം കാണിക്കണ്ട, അറിയില്ല. നോക്കാം. RAD എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി മുമ്പ് പോകുന്നുണ്ട്. റാഡ് മിഷൻ. എനിക്ക് തോന്നുന്നു ഇവരെന്തോ വലിയ പരിപാടിക്ക് എന്തോ പോണെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുമ്പോ പുറകില് നമ്മള് നിങ്ങൾ ആരാന്ന് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പുറകെ വന്നേന്ന്. എനിക്കറിയില്ല, എനിക്ക് ഡൗട്ട്. ചോദിക്കണോ പോയിട്ട്? വേറൊരു വണ്ടിയും കാണില്ല, നമ്മുടെ പുറകിലും വണ്ടിയില്ല. അറിയാതെ അവരുടെ കൂട്ടത്തിലാണെന്ന് വിചാരിച്ച നമ്മളെയും കയറ്റി വിട്ടാണെന്ന് തോന്നുന്നു. ഇവരെങ്ങോട്ടാ പോണ? നമ്മുടെ സമയം പോവും. അത് ഇത് കണ്ട അങ്ങോട്ട് വഴിയില്ല, തിരിഞ്ഞു പോകാൻ മാപ്പിൽ പോലും വഴി കാണിക്കുന്നില്ല. അവര് ക്യാമ്പ് ചെയ്യണ ആൾക്കാരാ. അവര് ഞാൻ ഓർത്ത് അയാള് കാണിച്ചപ്പോഴേ അവിടെ പണി നടക്കാണ് ഈ വഴിക്ക്. നമ്മളതാണ് വിചാരിച്ചത്. വഴിയിൽ കുറെ സ്ഥലത്ത് പണി നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് മറ്റേ ഡ്രസ്സില്ലേ, എന്താ പറയണ, ഒരു ഓറഞ്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റോഡിന്റെ ജോലി ചെയ്യുന്ന ആള് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ കാണിച്ചു പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് എന്താന്ന് വെച്ചാല് വഴി തിരിച്ചു വിടണമായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് വല്ല എക്സ്പെഡിഷനും എന്തോ പോണ, എന്തോ മിഷന് പോണാണ്. 4 കാറ് ക്യാമ്പിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ കേവ് ടൂർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ കണ്ടു. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും മിക്കവാറും. ആരെങ്കിലും കൈയടിച്ചപ്പോ പോക്കുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല. ഇത് കണ്ടോ, ഇവിടെ ഗ്ലാസ് തുറക്കാത്ത എന്താന്ന് വെച്ചാൽ ഹെവി പൊടിയാണ്. ഇപ്പൊ വാക്കം ചെയ്ത് എടുത്തോളൂ, ഞാൻ അത് മൊത്തം നശിക്കും പൊടി കയറിയിട്ട്. അല്ലെങ്കിൽ ഞാൻ ചുമയും തുമ്മലും ജലദോഷമുണ്ട്. അപ്പൊ നമ്മൾ പ്രധാന റൂട്ടിലോട്ട് പൊക്കോണ്ടിരുന്ന അതേ റൂട്ടിലോട്ട് വന്നിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളോട് അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറ്റിവിട്ടേന്ന് വെച്ച്. നമ്മൾ എന്തിനാടാ ഞങ്ങളെ അങ്ങോട്ട് കയറ്റിവിട്ടേ? കാരണം അത് ആക്ച്വലി ഒരു ഫിലിം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ, ഏതോ ഒരു വലിയ ഇംഗ്ലീഷ് ഫിലിമിന്റെ. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന്റെ ആൾക്കാരും ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാം കൂടെയാണ് ആ വഴി പോയത്. ആരാണെന്ന് നമുക്ക് മനസ്സിലായില്ല, എന്ത് ഫിലിമാണെന്നും അറിയില്ല. നമ്മളെ ഒന്നിച്ചാണ് വന്നതേ, അതായത് ആ വണ്ടികളെ പുറകെയായിരുന്നു നമ്മള്. അപ്പൊ ഇവിടെ നിന്നാ വിചാരിച്ചത് അതിന്റെ കൂട്ടത്തിലുള്ള നമ്മളെയും കയറ്റി വിട്ടു. നമ്മള് വിചാരിച്ചെന്താ വഴി തിരിച്ചു വിടണായിരിക്കും. നമ്മുടെ വെറുതെ അരമണിക്കൂർ പോയി, വെറുതെ സമയം പോയി. അതുമല്ല ആ റോഡ് ഭയങ്കര വൃത്തിയായിട്ട റോഡുവാ. അടിയടിക്കണ കല്ലൊക്കെ അടിച്ചു, കല്ല ഫുൾ പൊട്ടിയും. ലൊക്കേഷനിലോട്ട് എത്താൻ പോവാണ്. ഇനി ഒരു 6 കിലോമീറ്റർ കൂടി. അവസാനത്തെ റോഡൊക്കെ
ഓക്കെ, നമ്മളെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഉള്ളതുകൊണ്ട് നൈസായിട്ടൊന്ന് കാര്യമൊക്കെ സാധിച്ചു. അതിനുശേഷം നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ മയിലുണ്ടായിരുന്നു, ഇപ്പോൾ കാണിച്ചാലേ. ഈ വണ്ടിയുടെ കളർ നോക്കിയാൽ നല്ല രസമല്ലേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ക്യാമ്പർ വാനുകളാണ്. അതന്നെ ക്യാമ്പർ വാൻ ഉണ്ടാ, റെൻറ്റിന് എടുക്കാം നമുക്ക്. നൈസാണ് കേട്ടോ, പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇതേപോലത്തെ ഒരു വണ്ടി, ഈ കിടക്കുന്ന വണ്ടി കണ്ട, ഇങ്ങനത്തെ ഒരു വണ്ടി റെൻ്റ് എടുത്തിട്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു. ഇതിനകത്താണെങ്കിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. സൈക്കിളൊക്കെ പുറകിലിരിക്കണം കേട്ടോ. നൈസ് പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആണ് നമുക്ക്. റെൻറ്റ് കൊടുക്കണമല്ലോ, റെൻറ്റും കൊടുക്കണം. പിന്നെ മൈലേജ് ഭയങ്കര കുറവ്, 6-5 ഒക്കെ എങ്ങാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചിലവ് കൂടുന്നത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി വണ്ടി ഉള്ളത് കൊണ്ടും നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം, നമ്മുടെ വണ്ടീനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വണ്ടിക്ക് പോകുന്നത്. ഈ വരുന്നവരെന്നറിയാമോ, മയിൽ ഇതുണ്ടാ. അയ്യോ എൻ്റെ അടുത്തേക്ക് കുഞ്ഞ്, എൻ്റെ മുറ്റേ കൂടെ മയിൽ. ഒരു പീലി വിടർത്തോ, എന്തോ കടിച്ചു പിടിച്ച് പോകണ്ടട്ടാ. അടിപൊളി നോക്കി, പീലി എങ്ങനെ വിടർത്തിയപ്പോൾ പൊളിക്കും. ഇവിടെ ഫുള്ള് ഈ ന്യൂസിലാൻഡ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും രസമെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, നിറച്ച ആടുകൾ. ഇതിപ്പോൾ ഇത്തിരി കുറവാണ്, നമ്മൾ പോകുന്ന വഴിയിലേക്കാണ്. ആ കുറവൊന്നുമില്ല അതില്ലേ, ആ അപ്പുറത്തെ മലയിലോട്ട് നോക്കി ഇല്ലേ, ആ വെള്ള കാണുന്നത് മൊത്തം ചെമ്മരിയാടുകളാണ്. അതിനൊപ്പം പശുക്കളും. ഓ എന്ത് രസമെന്ന് അറിയാമോ. ഇത് കണ്ട, ഞാനങ്ങോട്ട് മാറിയപ്പോൾ അവൻ പീലി വിടർത്തി. ഓ നൈസ്. ഇങ്ങോട്ട് ഇരി. ആ അത് തന്നെ, കൊള്ളാം. ഇത് കണ്ടോ, പീലി വിടർത്തി ഓരെ പൊളിച്ച്. അടിപൊളി. ഈ മയിലുണ്ടല്ലോ നമ്മുടെ പുറകെ വരും, കാരണം ആൾക്കാർ ഫുഡ് കൊടുക്കും, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വേലിക്കെട്ട് കടന്നു നേരെ അങ്ങോട്ട് നടക്കണം. ഒരു അരമണിക്കൂർ നടക്കാണ്ട്. ഇതാണ് ഫരാരിക്കി ബീച്ച്. ഫരാരിക്കി ബീച്ച് 20 മിനിറ്റ് നടക്കണം, 1 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ തന്നെ. അത് 10 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ല 3.5 മണിക്കൂർ നടന്ന ഓരോ സ്ഥലത്ത് എത്തുന്നത്. നമ്മുടെ സ്ഥലം 3.5 മണിക്കൂർ എടുക്കുമോ? അയ്യോ പണിയാവോ, 3.5 മണിക്കൂർ നടക്കണോ? ഈ മലയും കുന്നൊക്കെ കയറണോട്ടാ, നൈസ്. ട്രക്കിങ്ങും ആയി. പക്ഷെ കൊള്ളാട്ടോ, നല്ല രസമുള്ള സ്ഥലം. ഇവിടെ ഇങ്ങനെ കുറേ വേലികളുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു കോണിപ്പടി ഉള്ളത്. അമ്പോ ഇത് നോക്കി, മൊട്ടക്കുന്നുകൾ, നല്ല രസമുണ്ട്, നിറച്ച ആടുകൾ. ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് കണ്ട, മരമൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നു ഈ ചെരുവിലൊക്കെ. അത് ഈ ടൈമിൽ വന്നുകൊണ്ടാണല്ലേ, സമ്മർ സ്റ്റാർട്ടിങ് ആണ്. നല്ല പച്ചപ്പാ ശരിയേ, നല്ല തണുത്ത കാറ്റാണ്ട് അവിടെ നിന്ന് അടിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കടൽ കാണാം. ബീച്ച് സൈഡിലോട്ടാണ് പോണത്, തണുത്ത കാറ്റാണ്. ഞാൻ ജാക്കറ്റൊക്കെ ആക്ച്വലി എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ചിലപ്പോൾ ഇത്തിരി തണുപ്പ് കുറവാണെങ്കിലും കാറ്റടിക്കുമ്പോൾ നല്ല സീനായിരിക്കും. ഇതെന്താണ് മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്, അത് ഓർഡർ നോക്കി. അതിന്റെ ഓർഡർ കണക്കുണ്ടല്ലേ. ഈ ആടിനെ എങ്ങനെ വിളിക്കണം, അങ്ങനെ പറ്റില്ലല്ലേ. അങ്ങനെയാണല്ലേ, വിളിച്ചപ്പോൾ ആ വഴി പോയി. നല്ല വിളിയാണ്. ഇത് അമ്മയും മക്കളാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് വലിപ്പമുണ്ടല്ലോ. ഇതെല്ലാം ചെമ്മരിയാടല്ലേ. ഇതിന്റെ രോമൊക്കെ ഇപ്പൊ കട്ട് ചെയ്തല്ലേ. നമ്മുടെയൊക്കെ താടി പഠിക്കണമെന്ന് പറയുന്ന പോലെ ഇതിൻ്റെയൊക്കെ രോമം കട്ടി. നമ്മളെ വന്ന വഴിയാണ് കാണാൻ. ഇനി പോകാനുള്ളത് താഴോക്ക്. ഇത് ചെറിയൊരു ഇറക്കമാണ് ഇതിപ്പോൾ കാണുന്നത്. അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ കണ്ട ഇതൊക്കെ ചിലപ്പോൾ പ്രൈവറ്റ് ഓൺഡ് ലാൻഡ് ആയിരിക്കും ചിലപ്പോൾ. കാരണം ഇവിടെ ഒരാൾക്കൊക്കെ ചിലപ്പോൾ 4000 ഏക്കറൊക്കെ ലാൻഡുകളുണ്ടല്ലേ. ഈ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ ഹണ്ടിങ്ങിന് പോകുന്ന ആൾക്കാരുടെ ഇപ്പം ഒരു ഓണറായിരിക്കും, അയാളുടെ ആയിരിക്കും 2-3 കുന്നൊക്കെ. ഓ, ഈ കാണുന്ന അപ്പുറത്ത് 2 മല എൻ്റെ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഈ 2 മല കഴിഞ്ഞിട്ട് കാണുന്നതും എന്നെയാണ്. എൻ്റെ അത് മാത്രമല്ല, ഈ കാട്ടിലൊന്നും ഒരു വൈൽഡ് ആനിമൽസും ഇല്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് രാത്രി ഓവർനൈറ്റ് സ്റ്റേയിങ്, ഓവർനൈറ്റ് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. വൈൽഡ് ആനിമൽസ് മാത്രമല്ല, ഒരു പഴുതാരയോ അല്ലെങ്കിൽ പാമ്പോ പഴുതാരയോ ഒന്നുമില്ല. നമുക്ക് ഉപദ്രവിക്കുന്ന ഒരു സാധനമില്ല. ഈവൻ സ്കോർപ്പിയൻസും ഇല്ല. പിന്നെ വലിയ 8 കാലികളൊന്നുമില്ല. ഓ, അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും രാത്രിയിലും കേട്ട് നമുക്ക് പോവാം. ചെറിയ കുറച്ച് സ്വിമ്മിങ് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ കുറച്ച് ആനിമൽസ് ഉണ്ട്. അതായത്
ഈ പൊസം എന്നൊക്കെ പറയുന്ന കുറച്ച് ചെറിയ നമ്മുടെ നാട്ടിലെ കീരി പോലൊക്കെ ഇരിക്കുന്ന ഒരു ആനിമലൊക്കെ ഇവിടെ ഉണ്ട്. അത് കടിക്കും? അത് മനുഷ്യനെ ഉപദ്രവില്ലെന്നുള്ളേ? ഉപദ്രവിക്കത്തൊന്നുമില്ല, അത് നമ്മളെ കാണുമ്പോഴൊക്കെ ഓടിപ്പോക്കോ. പിന്നെ നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സാധനങ്ങൾ ചത്ത് കിടക്കുന്നുണ്ടല്ലേ, റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ. പിന്നെ ചെറിയ വാലബി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്, ഈ നമ്മുടെ കാങ്കരുവിന്റെ കുഞ്ഞിനെ പോലെ ഇരിക്കും. അപ്പൊ ഇതാണ് ന്യൂസിലാൻഡിൽ വന്നാലുള്ള ഗുണം. പാമ്പില്ല, പഴുതാരില്ല, മനുഷ്യനെ കടിക്കണമൊന്നുമില്ല. ആകെ പേടിക്കേണ്ട മനുഷ്യന്മാരെ മാത്രമേ. മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അത് മാത്രമല്ല അടിപൊളി സ്ഥലമാണ്, കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, പൊള്ളി സ്ഥലമാണ്. അതെ, ഇതൊക്കെ നമ്മളെ മേ ബി ഒരു 1% പോലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ കണ്ടു പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് 230-40 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്, നെൽസണിൽ നിന്ന്. അതെ, അതും ഈ ഒരു ബീച്ച് കാണാൻ വേണ്ടി മാത്രം. ഇവിടെ ഈ വരുന്ന ടൂറിസ്റ്റുകൾ വരെ കുറവാണ്. ഇപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്ര കുറവ്. പക്ഷെ സ്റ്റിൽ ഇവിടുത്തെ ടൂറിസത്തിന് വേണ്ടി ഇവർ ഈ ബീച്ചും ഈ ബീച്ചിലേക്ക് പോണ വഴികളും മെയിൻറ്റെയിൻ ചെയ്തേക്കണതൊക്കെ എന്ത് രസമാണ് അല്ലേ? അത് നാച്ചുറലായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ, അല്ല അവരൊരു എഫേർട്ട് ഇടുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും. ഇതൊക്കെ ആൾക്കാർ വരണം, വന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതെ, അത് മാത്രമല്ല ഈ ഇപ്പം നമ്മൾ ഇറങ്ങണില്ല, ഈ സ്റ്റെപ്പുകളൊക്കെ അവർ തടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം, അല്ലാതെ ചുമ്മാ ഒരു ഇറക്കമല്ല. മണല്ല ഇവിടെ കിടക്കുന്നത്, മണലല്ല മണ്ണാണ്, എന്തോ പൂഴി മണ്ണ്. ബീച്ചിന്റെ മണ്ണായിരിക്കും, ബീച്ചിന്റെ മണ്ണാണ്. ഇത് കണ്ട, ഇവിടെ ഒരു തല കണ്ട, അത് ഇയാളുടെ തല, അത് നിങ്ങളുടെ തലേ അതല്ല. ആ മല കണ്ട, ആ മലയിൽ ആക്ച്വലി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജീവിയുടെ ഷേപ്പ് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആടാണോ, അല്ലെങ്കിൽ ചിമ്പാൻസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് തന്നെ, അത് തന്നെ, അങ്ങനെ ഇരിക്കുന്നത് പോലത്തെ ഒരു ഷേപ്പ്. നല്ല പൂഴി മണലണ്ട, നൈസായിട്ട് കയറാം. ആ ബീച്ച് എത്തിന്നുണ്ടോ നമ്മള്? ഓൾമോസ്റ്റ് എത്തി കാണാം. ഇത് കഴിഞ്ഞ് എത്തും. ഇത് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് നമുക്ക് ബീച്ച് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. നോക്കാം, ഇനി നടക്കണ്ടാവോ? 20 മിനിറ്റ് ആയിട്ടില്ലല്ലോ. 20 മിനിറ്റ് ആയാ? ഇല്ല, ഇനിയുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, നന്നായിട്ടുണ്ട്. ആണോ? കുറേ ഉണ്ടല്ലേ? ഓ, ഇത് ഇനിയും നടക്കാണ്ട് കുറേ. ഇത് എത്തിയില്ല. ഹിൽ ടോപ്പ് വാക്ക് എന്ന് എഴുതി വെച്ചേക്കുന്നു. എൻ്റെ എത്തി, ഇതല്ലേ? ഓ, സ്ഥലം എത്തി. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഏതൊരു ജീവി ഇരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ, അതാണ് ആ മലയേട്ടാ. കണ്ടാ, കറക്റ്റ് അല്ലേ? ആരോ കൂനിക്കൂടി ഇരിക്കുന്ന പോലെ ഉണ്ട്. ഇത് കണ്ട, ഇവിടെ നല്ല തൂവെള്ള മണൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഡാർക്കില്ലേ, ചെറിയൊരു കറുത്ത കളർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ. എനിക്ക് അങ്ങനെ തോന്നണത് കണ്ടിട്ട്, അല്ലേ? കണ്ടോ, ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ട്. ടാസ്മാൻ സീന്റെ സൈഡിലുള്ള വെസ്റ്റ് കോസ്റ്റിലുള്ള ബീച്ചസിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും. ആണല്ലേ? സാൻഡിന്റെ കളർ. അത് ഈ വോൾക്കാനിക് ഇതുള്ളതുകൊണ്ടാണോ? അഗ്നിപർവ്വതത്തിന്റെ വല്ല കേസാണോ? ആയിരിക്കും. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും വേറൊരു കാര്യം മനസ്സിലായി, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. കണ്ടാ, എപ്പോൾ കയറുന്നൊന്നും അറിയില്ല. എന്നാലും ഒരു കാലത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ്. കാരണം അതുപോലെ തന്നെ ഇരിക്കണം, കടലിൻ്റെ അടിത്തട്ട് പോലെ തന്നെ ഇല്ലേ ഇത് കണ്ടിട്ട്. ഈ വിൻഡോസിൻ്റെ സംഭവം നോക്കിയാണ് നമ്മൾ ആക്ച്വലി നടക്കണത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വിൻഡോസിൻ്റെ വാൾപേപ്പർ അതല്ലേ? അതാണെന്ന് തോന്നണേ, നോക്കട്ടെ. അയ്യോ, ഇത് കുറേ നടക്കണ്ടല്ല. ഇത് വേറൊരു പണ്ടത്തരം പറ്റിയെന്താണെന്ന് വെച്ചാലേ, ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഒരു തരത്തിലുള്ള റേഞ്ച് ഇല്ല, ഫുൾ സീറോ. അതുമാത്രമല്ല, ഇവിടെ ആൾക്കാരും ഇല്ല. ആകെ 2 പേര് അവിടെ, 2 പേര് ഇവിടെ, ഒരാൾ അവിടെ, പിന്നെ ഉള്ളത് നമ്മൾ. ഇതാണ് ആ സാധനം. ഇതാണോ വിൻഡോസ്? നോക്കട്ടെടാ, ആ ഫ്രെയിം. അത് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടേ നമ്മൾ നേരത്തെ ആ പിക്ചർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. അതായത് ഇപ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാം. അല്ലേ, ഏകദേശം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ, നമ്മൾ പണ്ട് തൊട്ടൊക്കെ കാണുന്നതുകൊണ്ട് ഓർമ്മയിലുണ്ട്. നമ്മൾ നോക്കിയിട്ട് ഈ സൈഡ് മനസ്സിലാവണില്ല, അതല്ലാന്ന് തോന്നുന്നു. ഇനിയുള്ളത് ഈ മല. നമുക്ക് അവിടെ പോയി നോക്കാം. ഇതല്ലേ? ഇതാണോ? ഒരു ഹോളൊക്കെ ഉണ്ട്, തുളയൊക്കെ ഉള്ളത്. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിരിക്കും ഫോട്ടോ എടുത്തേക്കണം. നമ്മൾ ആ ഫ്രെയിം നോക്കിയാൽ നടക്കണം. കൊള്ളാല്ലേ, നല്ല രസമല്ലേ? ഇവിടെ വേറെ രസം എന്ന് പറഞ്ഞാൽ ആരും ഇല്ല. അതേ ഒരാള്, ഒരു ഫാമിലി ഉണ്ട്, ഒരു കപ്പിളുണ്ട്. ഈ മല ഇപ്പം അടുത്ത് വരുന്നതോറും ഒരു ആടിൻ്റെ ഷേപ്പായിട്ട് വരുന്നില്ലേ തല? ഒരു ആടിരുന്ന് ഉറങ്ങാണ്. ഇതാണ് ബീച്ച്. ഇത് ടാസ്മാൻ സീ ആണ്. അതായത് ഇവിടെ നിന്ന് നീന്തി പോയ ഓസ്ട്രേലിയ എത്തും. അങ്ങനെ നമ്മൾ അവസാനം കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ കണ്ട ആടിൻ്റെ ഷേപ്പുള്ള മലയില്ലേ, അത് തന്നെയാണ് ആള്. അത് ഈ സൈഡിലോട്ട് കുറേ നടന്നു വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പിക്ചർ വ്യക്തമാവുള്ളൂ. കണ്ട,
പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഇവിടെ നീലാകാശം ഇല്ല ഇന്ന്, അതുകൊണ്ട് കറക്റ്റ് അതേപോലത്തെ പിക്ചർ കിട്ടൂല. പക്ഷെ പച്ചക്കടലുണ്ട്. പച്ചക്കടലുണ്ടല്ലേ? അല്ല ശരിക്കും പച്ചക്കടല. ആ പച്ചക്കടലുണ്ട്. കളറുണ്ടോ? ആ അതെ അതെ, സിനിമയ്ക്ക് കറക്റ്റ് പേരാ നീലാകാശം പച്ചക്കടൽ. അത് തന്നെ, ചുവന്ന ഭൂമിക്ക് പറ്റിയ. ഇവിടെ ചെറിയൊരു ചുമപ്പുണ്ട്, ആ ചെറിയൊരു മഞ്ഞപ്പുണ്ട് ഇപ്പൊ ചുമപ്പിന് വരും. യെസ്, ഇതാണ് സ്ഥലം. വിൻഡോസ് വാൾപേപ്പർ ട്ടാ. പൊളിച്ച്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സംഭവം. ഇത് കറക്റ്റ് ഫ്രെയിം എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണോ എന്ന് ഡൗട്ട് ഉണ്ട്, കാരണം എൻ്റെ ആ ഫോട്ടോ എടുത്ത് നോക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, എന്നാലും ഇതാണ് സംഭവം. നമ്മൾ വർഷങ്ങളായിട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും വിൻഡോസിൻ്റെ വാൾപേപ്പർ. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫോട്ടോ എടുത്ത സ്ഥലം കേട്ടാ. നമ്മൾ അവിടെയാണ് വന്നേക്കണത്. പ്രശസ്തമായ ഫോട്ടോ എടുത്ത സ്ഥലമാണ് വിൻഡോസ് വാൾപേപ്പർ. പക്ഷെ എൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. വിൻഡോസിൻ്റെ വാൾപേപ്പറിൽ ലോകം മുഴുവനും കണ്ട ആ ഫോട്ടോ എടുത്ത സ്ഥലം, ആ ഫോട്ടോ എടുത്ത അതേ ലൊക്കേഷൻ എങ്ങനെയുണ്ട്? നമ്മൾ കൊച്ചി തേരാപ്പാറയിലൊക്കെ നമ്മൾ പല ലൊക്കേഷനുകൾ സിനിമ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു സ്പെഷ്യലാണ്, അതായത് ലോകം മുഴുവനും കണ്ട ആ ഒരു സ്ഥലം. അപ്പോൾ ആ വാൾപേപ്പറുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. എന്താണ് സാധനം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ. ശരിക്കും അങ്ങോട്ടൊക്കെ പോവാ. ഞാൻ നോക്കുമ്പോൾ 2-3 പേരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ അറ്റത്ത് കണ്ടോ, അങ്ങോട്ടൊക്കെ ബീച്ചുണ്ട്. എനിക്കോട് വൈകുന്നേരം വേലിയേറ്റ സമയത്ത് ഇവിടെ വെള്ളം കയറും. ഓൾറെഡി നനഞ്ഞ് ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ വൈകിട്ട് വൈകിട്ടോ എപ്പോഴാണെന്നറിയില്ല, വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ്, കണ്ടറിയാം. ഇവിടെ ഗുഹയല്ല കേട്ടോ, ജസ്റ്റ് ഒരു പീസ് പോയതാ, ഗുഹ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. വെള്ളം അടിച്ച് കയറുന്നുണ്ട്. ഇവിടെ കണ്ട ആ ഒരു ഏരിയ കണ്ടാ അറിയാം, വെള്ളം നനഞ്ഞിട്ട് അല്ലെങ്കിൽ തിരമാല അടിച്ചിട്ട് ഉണ്ടായ ഷേപ്പ്. അത് കൊള്ളാതെ മഴയൊക്കെ കൊള്ളാണ്ട് കയറി കണ്ട. ഇതുണ്ട, ഇത്രേ ഉള്ളൂ ചെറിയൊരു ഗുഹ. ഇവിടെയൊക്കെ വിടവുകൾ കാണാം. ഇവിടെ വെള്ളം ഇറ്റ് വീണിനകത്ത്, ഇത് മോളിൽ നിന്ന് വെള്ളമാണ്, ആ മണൽ വീണാണ്. വെള്ളമാണ് വെള്ളം. ഇവിടെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വഴി. അപ്പുറത്തോട്ടൊക്കെ വെട്ടം കാണുന്നുണ്ട്. വെട്ടം കാണാം. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോയി ഇറങ്ങാം. പക്ഷെ വേണ്ട, വെള്ളയായിരിക്കും. കണ്ട, നൈസ് സ്ഥലം അല്ലേ. ഒന്ന് വിട്ടാലാ ഇനി നല്ല ലോങ് ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ വിൻഡോസിന്റെ വാൾപേപ്പറും കണ്ടാണ് യാത്ര ഇരിക്കുന്നത്. ദേ ഇപ്പോൾ 2 പേര് വേറെ വന്ന്, 2 പേര് അവിടെ ഉണ്ട്. അപ്പോൾ അധികം ആൾക്കാരില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മറ്റേ ഇന്നൊരു തിങ്കളാഴ്ചയാണ്, അല്ല ഇന്ന് ചൊവ്വാഴ്ച അല്ലേ? ഇന്ന് ചൊവ്വാഴ്ച കണ്ട ആൾക്കാർ കുറവാണ്. പക്ഷെ നല്ല രസമുണ്ട്. കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. ഇഷ്ടംപോലെ. അയ്യോ, കഴിഞ്ഞ ദിവസം ന്യൂസ് പെട്ടെന്ന് കല്യാണം കഴിച്ചു. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം മ്യൂസിയത്തിൽ പോയപ്പോൾ നിറച്ച് കമ്മിതാക്കണമല്ല. മ്യൂസിയത്തിലോ? ഞാൻ മ്യൂസിയത്തിൽ, നിങ്ങൾ കണ്ടില്ലേ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ തീരത്തോട് ടാറ്റ പറയുന്നു. ഇവിടെ കണ്ട വൈറ്റ് മണല്. ഇവിടെ നിന്ന് അങ്ങ് പോകുന്നതോറും കളറ് മാറി പച്ചപ്പിലോട്ട് കയറണല്ലേ. കണ്ട, ബീച്ചിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട്. അത് കൊള്ളാല. ഇത് കണ്ട, ഇവിടെ വൈറ്റ്, ഇവിടെ പച്ച, അവിടെ ഡാർക്ക് പച്ച, അങ്ങനെ കളർ ചേഞ്ച് ഉണ്ട്. നല്ല രസമല്ലേ. അപ്പോൾ ഒരുപാട് സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്നതിന് വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തോന്നുന്നു അല്ലേ. നമ്മൾ ഈ പോണ വഴിക്കൊക്കെ കണ്ടില്ല ആൾക്കാർ കുറെ ഈ സൈക്കിളൊക്കെ മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം എല്ലാവരും ഇതുപോലെ വലിയ ട്രിപ്പിലൊക്കെ പോയിട്ട് സൈക്കിളൊക്കെ കൊണ്ട് എവിടെയെങ്കിലും നിന്ന് അവിടുന്ന് സൈക്കിളൊക്കെ ഓടിച്ച് പതുക്കെ, അതും 2-3 സൈക്കിളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പറഞ്ഞ വഴിക്ക്. ഒരു വണ്ടിയിൽ ക്യാമ്പിംഗ് ഒക്കെ ഭയങ്കര പ്രോത്സാഹനമാണ്. ഭയങ്കര ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പോണ വഴിയിലൊക്കെ കാണാം. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്യാമ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് ഈ ഫോറസ്റ്റിന്റെ അകത്താണ്. അപ്പം കുറെ നമ്മളൊരു 3.5-4 മണിക്കൂർ നടന്നാലേ അവിടെ എത്തുള്ളൂ. ആ സ്ഥലത്ത് ഫുൾ സെറ്റപ്പാണ്. ഇതുപോലെ പബ്ലിക് ടോയ്ലറ്റ്സ് കാര്യങ്ങൾ, ക്യാമ്പ് ചെയ്യാനുള്ള ഫുൾ പരിപാടി ഉണ്ട് അവിടെ. ഇലക്ട്രിസിറ്റി, എല്ലാ സാധനവും ഉണ്ട്. അടിപൊളി സ്ഥലം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഇവിടെ ന്യൂസിലാൻഡിൽ. പിന്നെ ഇവിടെ മറ്റേ കടുവയും പുലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനുകളുടെ എണ്ണം വളരെ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വെടിവെച്ചിടാന്നൊക്കെ പറയണ്ടല്ലേ. വെടിവെച്ചിട്ടാണെങ്കിൽ ഫുഡ് അടിക്കാം. പക്ഷേ അതിന് ലൈസൻസ് വേണം അല്ലേ? ലൈസൻസ് വേണം, പെർമിഷൻ കൊടുക്കണം. വെറുതെ ഓടിച്ചൊന്നും വെടിവെക്കാൻ പറ്റില്ല. ടോക്കന് ലൈസൻസ്. പക്ഷേ നടക്കും അങ്ങനത്തെ
കാരണം അല്ലെങ്കിൽ മാനുകളെല്ലാം കൂടി കൂടിയാലും പ്രകൃതിക്ക് പ്രശ്നമാണ്. നമ്മൾ ഇനി പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ നമ്മുടെ നാട്ടിലെ ആടില്ലേ, പക്ഷെ ഇവിടുത്തെ വൈൽഡ് കൂട്ട് അതിനൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. കാരണം ഇതൊക്കെ വളർന്നങ്ങ് പെരുകി സെറ്റായി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. നമ്മളെ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് വണ്ടിയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ആ മയില് ഇതേ ഇവിടെ ഒരെണ്ണമുണ്ട്, അത് പിന്നെയും പീലി വിടർത്തേക്ക് നിൽക്കണേ. ഇതേ നോയിക്കോട്ടെ, കണ്ട ഇത് അടിപൊളിയാട്ടെ. മയില് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നിൽക്കാന്ന് തോന്നുന്നത്. അടിപൊളി. ഒരാൾക്കാർ വന്ന് എത്തി നോക്കണ നോക്കി. ഇതേ ആൾക്കാരെ എനിക്ക് വേണ്ടേ ഭക്ഷണം ഇട്ട് കൊടുക്കുക, അപ്പൊ അതുകൊണ്ടാണ് അടുത്തേക്ക് തന്നെ. ഒന്നുമില്ലടാ, ഞങ്ങൾക്ക് തന്നെ ഒന്നും ഫുഡില്ല അപ്പോഴാണ്. ഓക്കെ ബൈ ടാറ്റാ. നമ്മളെ തിരിച്ചു പോകുന്ന വഴിയായിരുന്നു, ഇങ്ങനെ ഞങ്ങൾ പോവായിരുന്നു. അപ്പൊ നൈസായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പെങ്കിൻ്റെ ഒരു പടമൊക്കെ ഇത് കണ്ടോ, അതെ ബ്ലൂ പെങ്കിൻസ്. ഓ ഇത് എന്തോ യുവർ സപ്പോർട്ട് ടു ബ്രീഡ് സക്സസ്ഫുള്ളി എന്നൊക്കെ പറഞ്ഞു. എനിക്കൊണ്ട് ഇവിടെ പെങ്കിൻ വരുമോ എനിക്കറിയത്തില്ല. ഇവിടെ ബീച്ചിലേക്കുള്ളൊരു വഴിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അതായത് നല്ല മഞ്ഞക്കുള്ള പൂവൊക്കെ. നല്ല ശാന്തസുന്ദരമായ ബീച്ച് സൈഡ്. കടല് കയറി കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു വലിയ വലിയ തിരമാലകളൊന്നും വരില്ല, പക്ഷെ ഇവിടെ മഴ വരുന്നുണ്ടെന്ന് തോന്നണ്ട. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ചെറിയ തണുത്ത കാറ്റ്. ഇവിടെ കുറെ കക്കകൾ കിടപ്പുണ്ട്. വല്ല പെങ്കിന്റെ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ കാറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലോ. വല്ല പെങ്കിന്റെ കാൽപ്പാടുണ്ടെന്ന് നോക്കി. വല്ല പെങ്കിനെ എങ്ങനെ വന്നാലോ. ഇവിടെയൊക്കെ പെങ്കിൻ ഓസ്ട്രേലിയ ഭാഗത്തൊക്കെ വരും, ഇവിടെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. കുറെ കടൽക്കൊക്കെ ഉണ്ട്, അടിപൊളി. കാറ്റ് തണുത്ത കാറ്റ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ വന്നത്. ഹെവി റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമ്മുടെ കേരളത്തിൽ കൂടി പോണ പോലെയൊക്കെ തോന്നും ഈ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ. നല്ല രസമാണ്. വളഞ്ഞും പുളഞ്ഞും ഒടുക്കത്തെ റോഡാണുള്ളത്. ഇതിൻ്റെ മറ്റും അത് ഹെവി റോഡാണ്. നല്ല വളവും തിരിവും ഇങ്ങനെ വേണം പോകാനായിട്ട്. പക്ഷെ നല്ല രസമുണ്ട്. നല്ല ക്ലൈമറ്റാണ്. പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. കോടയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ പിന്നെ വിശ്വസിക്കാം, റോട്ടിൽ കുഴിയൊന്നുമില്ല. ധൈര്യമായിട്ട് പോവാം 100-ല്. അതായത് നമ്മുടെ ഈ റോട്ടിലുണ്ടല്ലോ, ഇവിടെ എപ്പോഴും മഴ പെയ്യും, കാറുകളൊക്കെ കുറെ പോണതാ. എന്നാലും ചെറുതായിട്ട് ലാൻഡ് സ്ലൈഡ് വരെ സംഭവിക്കും. ഇഷ്ടം പോലെ വൻ പരിപാടികളുണ്ട്. പക്ഷെ എന്നാലും നല്ല റോഡുകളാണ്, നല്ല സ്മൂത്ത് റോഡുകളാണ്. കുഴിയില്ല. കുഴി ഉണ്ടെങ്കിൽ തന്നെ അവര് വന്ന് ക്ലിയർ ചെയ്ത് നിങ്ങൾ വന്നിട്ട് ഇതുവരെ കുഴി ഞാൻ നോക്കിയായിരുന്നു എന്താണ് കുഴിയിലൊന്നും ചാടാത്തത്. നമ്മുടെ നാട്ടില് കുഴി മഴയൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലെ കുഴിയുള്ളതിന്റെ മെയിൻ റീസൺ അവര് പറയണത് മഴ പെയ്യണമെന്നാണ്. മഴ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഫുൾ ടൈം മഴയാണ്. അതുമല്ല, ഈ വളഞ്ഞും പൊളിഞ്ഞ റോട്ടിൽ 100-ൽ പോവാന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചേക്കട്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ കൗണ്ട് ഡൗണിൽ എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ തിന്നാൻ മേടിക്കണം. കുറച്ച് ഇറച്ചി മേടിച്ചിട്ട് ചൂടാം. കൗണ്ട് ഡൗണിലെത്തി. നമ്മൾ സിറ്റിയിലോട്ട് വന്ന് ഇനി പോകാണ്ട് കേട്ടോ. ഇനി കുറേ ദൂരം പോകാണ്ട്. നമ്മളിന്ന് ഗ്രേ മൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകണം. എന്താ അത്? ഷ്യോ, ഇത്രയും ചെളിയാ. അയ്യോ, ഓഫ് റോഡ്. ഇത് മൊത്തം ചെളിയല്ല. നമ്മളവിടുന്ന് ഒരു തക്കാളിയും കുറച്ച് കോഴിയുടെ കാലും മേടിച്ചു. ഇതിന് $5. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളെ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലത്തൊക്കെ നിർത്താം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നോക്കാം. ഇത് കണ്ട, ഈ റോഡ് ഇപ്പൊ 80 കിലോമീറ്റർ സ്പീഡിൽ പോകാന്ന. ഇത് കുഞ്ഞു റോഡാ. ഈ റോഡിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചതേ 100 കിലോമീറ്റർ സ്പീഡിൽ പോകാന്ന. ഇവിടെ 80-ഉം 100-ലൊക്കെ പോവാം. ഈ റോഡൊക്കെ 100-ൽ പോവാം. കണ്ടോ, ചെറിയ റോഡാ, പക്ഷെ 100-ൽ പോവാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരു സ്പോട്ട് കണ്ടെത്തി. ഇവിടെ ആക്ച്വലി ഇതുപോലെ വണ്ടികൾ വരുന്നതാണ്. അതിൽ അപ്പുറത്ത് വേറെ വണ്ടികളൊക്കെ ആൾക്കാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അവിടെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു നദിക്കരയാണ്. താഴത്തോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ടോ? ഉണ്ടാവുമോന്ന് അറിഞ്ഞൂടാ. വഴിയില്ല. വേണമെങ്കിൽ ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റുമെന്ന് അറിയില്ല. കൊള്ളാം, നല്ല രസമുള്ള നദിക്കര, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വിശന്നിട്ട് വെള്ളം. സമയം വൈകുന്നേരം 5 മണി. നമുക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ വണ്ടി നിർത്തി ക്യാമ്പ് ചെയ്യും, ഫുഡ് ഉണ്ടാക്കാം, വേണമെങ്കിൽ കിടന്നുറങ്ങാം. അങ്ങനെ ഇവിടെ ക്യാമ്പിങ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. റെൻറ്റിനും കിട്ടും. മറ്റേ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ.
അതിനൊക്കെ ഇവിടെ ഭയങ്കര പ്രോത്സാഹനമാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് ആദ്യം നോക്കട്ടെ. നമ്മുടെ ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ പുറത്തെടുക്കുന്നത്. സ്റ്റൗവും ഉണ്ട്, ഗ്യാസ് ഫിറ്റ് ചെയ്തു. ചിക്കൻ കറി നെയ്ച്ചോറും. ഇന്ന് അജിൻ്റെ വക സ്പെഷ്യൽ ചിക്കൻ കറി നെയ്ച്ചോറുമാണ്. ഞാൻ സവാള എറിഞ്ഞു കൊടുക്കുന്നതായിരിക്കും. കാട്ടിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാണ് സുഹൃത്തുക്കളെ. ഫുഡാ നല്ല ആംബിയൻസ്, നല്ല തണുപ്പുണ്ട്. കോട കയറിയേക്കണം അവിടെയൊക്കെ. ചെറിയൊരു പ്രശ്നം, എന്താ വർക്കുള്ളു? ലൈറ്റർ ഇല്ലേ? തീപ്പെട്ടി ഉണ്ടോ? അയ്യോ, കടം ചോദിച്ചാലോ അപ്പുറത്ത്? ആ, അവിടെ വേറെ ആൾക്കാരുണ്ട്. ഓട്ടോമാറ്റിക്കലി കത്തുന്ന വിചാരിച്ചോണ്ടിരുന്ന അങ്ങനെ കത്തില്ലല്ലേ? കത്തി ഓട്ടോമാറ്റിക്കാണ്. ഓ അടിപൊളി. അതായത് വളരെ കുറച്ച് ചൂട് പിടിച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഓക്കെ, പ്രശ്നമില്ല. അത് അപ്പോൾ ഒരു തീരുമാനമില്ലേ? യെസ്, ഇനി ബാക്കി കഴുകാം. നമ്മളെ വെളിച്ചെണ്ണ മേടിക്കാൻ മറന്നുപോയി, എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഇരിപ്പുണ്ടായി, തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഒലിവ് ഓയിൽ ഒഴിക്കുന്നു. അതുപോലെ ചിക്കൻ കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നൊക്കെ അരിഞ്ഞ് സെറ്റാണ്. തക്കാളി അരിഞ്ഞില്ല, മറന്നുപോയി. അത് നല്ല മണം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വാരിയിട്ടുണ്ട്. നല്ലതാ. കുറച്ച് ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പൊടിക്ക് ഇങ്ങോട്ട് ചെരിവുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വെച്ചേക്ക് മാറ്റണം. നമ്മുടെ നാട്ടിലെ സവാള അല്ല കേട്ടോ, ഇത് വ്യത്യാസമുണ്ട്. ടേസ്റ്റൊക്കെ തന്നെയാണോ? ടേസ്റ്റൊക്കെ സെയിമാണ്, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. നമ്മുടെ അവിടുത്തെ പോലെ ചുമപ്പല്ല, പച്ച കളർ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, എന്താ ഗരം മസാല, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല. ചിക്കൻ മസാല പറട്ടെ. ശരിക്കും ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ടേസ്റ്റ് ഇരിക്കട്ടെ. കുരുമുളക് പൊടി, കുരുമുളക് പൊടി വാരി പതറി. കുറച്ച് കൂടി പോയി തോന്നുന്നു. കുഴപ്പമില്ല, നല്ല മണമൊക്കെ ഉണ്ട്. ആഹാ, നല്ല ആംബിയൻസ്. മഴ പെയ്യുന്നില്ല, ഭാഗ്യം. നമ്മുടെ ചിക്കൻ പീസ് ഇടുന്നതിന് മുമ്പ് അങ്ങോട്ടൊക്കെ ഒരു പൂവൻകോഴി നടന്നു വരുന്നു. ഓടി വന്ന് വണ്ടി കയറ്റി. ഇത് ആക്ച്വലി വൈൽഡ് പൂവൻകോഴി കേട്ടോ. ആണോ? ഇത് കാടല്ലേ? കാടിന്റെ ഏരിയയിലുള്ളതല്ലേ ഇത്? വന്ന് കഴിഞ്ഞ ദിവസം ബിബിൻ പറഞ്ഞില്ലേ, ചില സ്ഥലങ്ങളിൽ നമുക്ക് കോഴീനെ പിടിക്കാനും കോഴി പറ്റൂല്ലേ? അതിതാ ഈ നാളത്തേക്കുള്ള കറി നമുക്ക് ഈ സിറ്റി ഭാഗത്തോ അല്ലെങ്കിൽ ടൗൺ ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കോഴീനെ വളർത്താൻ പറ്റില്ല. നമുക്ക് അതല്ലേ, ഒച്ച ഉണ്ടാക്കിയ പ്രശ്നം. പൂവൻ കോഴീനെ വളർത്താൻ പറ്റില്ല. നോയിസ് പൊല്യൂഷൻ. ഓ, പോലീസ് വന്ന് പിടിക്കും. നോയിസ് പൊല്യൂഷൻ ഉള്ള ഏറ്റവും വലിയ സാധനമാണ്. ഇതിനെ തട്ടിയാലോ നമുക്ക് നൈസായിട്ട് വരുന്നുണ്ട്. നേരെ വണ്ടിക്കകത്തോട്ട് ദേ വിളിക്കുമ്പോ ഇനി അങ്ങനെ വലിയ പേടി ആണെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കാട്ടാ. പക്ഷെ ആര് കൊല്ലും? എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റൂല. കൊല്ലല് പറ്റൂല. ആരെങ്കിലും കൊന്നാ കറി വെച്ച് തിന്നാം. വരണ്ടാ, വരുമോ? ഇവിടെ ഇനി പിടിക്കാന്നുള്ള കേട്ടോ, അത് ഓടണമെന്നില്ല. രണ്ടുമൂന്ന് അരിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. നൈസാ. ചിക്കൻ പീസ് ഓരോന്നോരോന്നായി ഇടുന്നു. ഓൾറെഡി ഇത് ക്ലീൻ ചെയ്തൊക്കെ തന്നെ കടയിൽ നിന്ന് മേടിച്ച് ചെറുതായിട്ടൊന്ന് നമ്മൾ കഴുകുകയും കൂടി ചെയ്തിട്ടുണ്ട്. ആഹാ, നമ്മളിവിടെ ഒന്നും വേസ്റ്റ് ഒന്നും ഇടൂല. എല്ലാ സാധനവും നമുക്ക് വേസ്റ്റ് കവർ ഓൾറെഡി ഉണ്ട്. ഈ കോഴി പോയില്ലേ ഇതുവരെ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ വേസ്റ്റൊക്കെ ശേഖരിക്കുന്നത്. ഇനി റെഡി ആവട്ടെ. സെറ്റ്. നല്ല തണുപ്പാട്ടാ. ഞാൻ ആ വെള്ളത്തിൽ പോയി കൈ മുക്കിയിട്ട് നല്ല ഭയങ്കര തണുപ്പ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അരിയൊക്കെ സെറ്റ്. ഞാൻ ഇത്തിരി അരി നമ്മുടെ കോഴിക്കിട്ട് കൊടുത്തത്. അവിടെ ഇരുന്ന് തിന്നണ ആള് എടാ. നിന്നെ പിടിക്കില്ല, നീ പേടിക്കണ്ട, പൊക്കോ. ഇതെടുത്തോ, കൈ വേണം എടുക്കണ് കൊത്തുകൊണ്ടിട്ട്. അങ്ങനെ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓ, ഇതാണ് ഫൈനൽ സ്റ്റേജ്. സെറ്റായി. വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കൈ കൊള്ളൂ. കുറച്ചിട്ടെ താഴെ ക്ലിയർ. നമ്മുടെ കോഴി ഇങ്ങോട്ട് തന്നെ. കുറച്ചും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാത്രമൊക്കെ ഇട്ട് റെഡിയായി. ഭക്ഷണം സെറ്റ്. നമ്മൾ നെയ്ച്ചോറുണ്ടാക്കി. നെയ്ച്ചോറ് പുക വരുന്നു, നല്ല മണമനുണ്ട്.
കുറേശ്ശെ ഇട്ടോ നെയ്ച്ചോറേ സ്പെഷ്യൽ നെയ്ച്ചോർ മതി എത്ര മതി. ചിക്കൻ കറി കാല് കറി എന്ന് പറയാല്ലേ, ചിക്കൻ കാല് കറി. ഓ ഇത് പൊള്ളാട്ടോ, അടിപൊളി സാധനം. ഞാൻ കുറച്ച് എരിവ് കൂടുമെന്ന് വിചാരിച്ചു, പക്ഷേ പാകത്തിന്. അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും. നമ്മുടെ ഭക്ഷണ പരിപാടിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു. ഈ ഫുഡ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂറത്തെ സമയം പോലെ സമയനഷ്ടമാണ്. അത് ഇത്തിരി പണിയാണ്. ഇത് ഈ ഡിന്നർ പരിപാടി ഒഴിവാക്കിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും മാത്രം അങ്ങനെ വല്ലതും നോക്കേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഡെയിലി 3 നേരം കഴിക്കാൻ 2.5 മണിക്കൂർ വെച്ച് പോയി കഴിഞ്ഞാൽ പണിയാവും, നമ്മുടെ ട്രിപ്പ് പരിപാടി കുളവും. അതാണ് പ്രശ്നം. അപ്പോൾ പയ്യെ നമ്മൾ ഗ്രേ മൗത്തിലേക്ക് പോകുന്നു. നമുക്ക് ഇവിടെ തന്നെ വേസ്റ്റ് കളയാനുള്ള സൗകര്യമുണ്ട്, കണ്ടോ, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വേസ്റ്റൊക്കെ നമ്മൾ കവറിലാക്കി ആ ഭാഗത്ത് ഇടുന്നു. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കോർപ്പറേഷൻ അത് ഫുള്ളായല്ലേ. ഇവിടെ കോർപ്പറേഷനാണോ വേസ്റ്റ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വല്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റാ അറിയോ? കാടിൻ്റെ ഫോറസ്റ്റോ? ഇത് ഫോറസ്റ്റ് ആണല്ലേ ശരിക്കും. പക്ഷെ ഫോറസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ വന്ന് ക്യാമ്പ് ചെയ്യാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, കൊള്ളാം. അപ്പോൾ വേസ്റ്റ് നമുക്ക് അവിടെ വെച്ചാൽ മാത്രം മതി, ഒന്നും ചെയ്യണം അല്ലേ. ഈ വഴി ഈ വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ഒരു അടിപൊളി സുന്ദര സ്ഥലമാണ്. ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുന്നവരെല്ലാവരും ഈ വഴിക്കാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ മിക്ക സ്ഥലത്തും ഉണ്ടാവും ഇങ്ങനത്തെ ക്യാമ്പിംഗ് ഫെസിലിറ്റീസ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ക്യാമ്പ് ഉണ്ടെന്ന് തൊട്ട് വന്നതല്ല, ചുമ്മാ കയറി നോക്കിയതാ. അപ്പോൾ മനസ്സിലായി ക്യാമ്പാണ്. അപ്പൊ ആൾക്കാരെ ക്യാമ്പ് ഉണ്ടായി. ഇവേ സമയം എത്ര മണിയാന്ന് അറിയാമോ? 8 മണി. സൂര്യനൊക്കെ അസ്തമിച്ചു, പക്ഷെ എന്നാലും വെട്ടമുണ്ട് കേട്ടോ. ഷാർപ്പ് 8 മണി ഇവിടെ ടൈം ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി ഗ്രേ മൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. 3.5 മണിക്കൂറുണ്ട്. ഏകദേശം ഒരു 11:30 ആകുമ്പോൾ എത്തുള്ളൂ. രാത്രിയാവും. നമ്മളവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവർ കിടന്ന് ഉറങ്ങിയാലോ നീ ഒരു പണിയാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എത്ര മണിയായി? 7:53. 8 മണിയാവുന്നു. അത് വലിയൊരു സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രി നമ്മൾ നെൽസൺ മറ്റേ നമ്മുടെ ബീച്ചൊക്കെ കണ്ട് നെൽസൺ എത്തുന്നതിന് മുമ്പ് ടേൺ ചെയ്ത് നമ്മൾ വന്നു. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയല്ലോ. ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞാൻ ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്തു. ഗ്രേ മൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്യൂക്ക് ഹോസ്റ്റലോ അങ്ങനത്തെ ഒരു ഹോസ്റ്റൽ. നമ്മളപ്പത്തൊട്ട് ഇവരെ വിളിക്കുന്നുണ്ട്. ഒരു 7 മണി തൊട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ എത്തുമ്പോൾ വൈകും. മാപ്പിൽ കാണിക്കുന്ന 11 മണി 11:30 ആ ടൈം അങ്ങണ്ട. ഞാൻ നോക്കുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ 2 സൈറ്റുകളിലും, അതായത് അഗോഡയിലും പിന്നെ ഹോസ്റ്റൽ വേൾഡിലൊക്കെ കാണിക്കുന്നുണ്ട് 24 മണിക്കൂർ റിസപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നേരെ ഞങ്ങൾ വണ്ടി മേടിച്ച് വന്ന് 10-12 മണിയായി. ഈ സ്ഥലത്ത് വന്നു. ഈ ഹോസ്റ്റലിന് മുമ്പിൽ പോയിട്ട് നിന്ന് കുത്തിയിരുന്ന് അവരെ വിളിക്കുകയാണ്. അവർ ഫോൺ എടുക്കുന്നില്ല. അതിന് മുമ്പ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴേ വിളിക്കുന്നുണ്ട്, പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല. ഇവിടെ വന്ന് ഹോസ്റ്റലിൽ ലോക്ക് ചെയ്തിട്ടേക്കാം, അടച്ചിട്ടേക്കാം, ആരുമില്ല. റിസപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ആരെയും കാണില്ല. കുറേ നേരം നോക്കി, ഒരു രക്ഷയില്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെ ചുറ്റുവട്ടമുള്ള വേറെ വല്ല സ്റ്റേയിലോട്ട് പോവാം, കാശ് പോയാലും കുഴപ്പമില്ല. അങ്ങനെ പല സ്റ്റേ കയറി, ഒരു രക്ഷയില്ല. എല്ലായിടത്തും നോ വേക്കൻസിന്ന് എഴുതി വെച്ചേക്കുന്നു. പിന്നെ പല സ്ഥലത്ത് വിളിക്കുമ്പോൾ ഇപ്പോഴാണ് വിളിക്കണത്, ഇപ്പം മിഡ് നൈറ്റ് ആണെന്നൊക്കെ. പിന്നെ മിഡ് നൈറ്റ് അല്ലാണ്ട് പിന്നെ നട്ടുവച്ചൊക്കെയാണ് റൂം എടുത്ത് ഉറങ്ങാൻ പറ്റുന്നത്. അങ്ങനെ കുറേ വള്ളി രാത്രി. പക്ഷെ ഇവിടെ മനുഷ്യല്ല, ഒരു മനുഷ്യനും ഇല്ല. എന്നിട്ട് അവസാനം നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് ബാത്റൂമിലൊക്കെ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വിചാരിച്ച് നേരെ വല്ലയിടത്തും വിടാം, അടുത്ത സിറ്റിയിൽ വല്ലതും നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പോയപ്പോഴാണ് പുറകിൽ പോലീസ് വന്ന്. അതിനു മുമ്പ് നമ്മൾ വിചാരിച്ചിട്ടാ ശരിക്കും പോലീസുകാരുടെ അടുത്ത് പറഞ്ഞാലോ എന്നിങ്ങനെ 2 തവണ ഇങ്ങനെ ആലോചിച്ച് കൃത്യമായിട്ട് നേരെ പുറയിൽ ലൈറ്റ് ഇട്ട്. കാരണം കുറെ പ്രാവശ്യമായിട്ട് നമ്മൾ ഈ സിറ്റി ഇങ്ങനെ ചുമ്മാ കറങ്ങണ്ട. അപ്പൊ അവര് കുറെ നല്ലൊരു നോട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ അവര് വന്നിട്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുറകിൽ ലൈറ്റ് ഇട്ടു, സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, അത് നേരെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോവാൻ. ഹെഡ്ലൈറ്റ് ഇട്ടിട്ടില്ല. പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അങ്ങനെയല്ല, ഞങ്ങൾ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ഞങ്ങളെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ട, ഞങ്ങൾ 8 മണി തൊട്ട് ട്രൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അവര് കാറിൻ്റെ അകത്ത് പോയിട്ട് അവരുടെ ആരെയൊക്കെ വിളിച്ച് അവസാനം അവരെന്ത് ചെയ്തു, ആ ഹോസ്റ്റലിന്റെ ഓണറിനെ രാത്രി 1 മണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ചു. പോലീസ് 1 മണിക്ക് എഴുന്നേറ്റ് വിളിപ്പിച്ചിട്ട് ഇവിടെ 2 ആൾക്കാർ വന്നിട്ടുണ്ട്, അവര് ഓൾറെഡി ബുക്ക് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ. എന്നിട്ട് തിരിച്ച് പോലീസ് വന്നിട്ട് പറഞ്ഞു,
അവിടെ ഓണറിനെ എല്ലാം വിളിച്ച് റെഡിയാക്കിയിട്ട് നിങ്ങൾ നേരെ ഡ്യൂക്ക് ഹോസ്റ്റലിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഡ്യൂക്ക് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണോ ഇനിയിപ്പോൾ അതിൻ്റെ ഓണറാണോ എന്നറിയില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പം വേറൊരാളും കൂടെ ഇറങ്ങി വന്നു. അയാളെന്ന് വെച്ചാൽ നിങ്ങൾ 1 മണിക്കാണ് പറഞ്ഞത്, 2 മണിക്കാണ് പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ആക്കൂടെ ഫുൾ കലിപ്പ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മള് 24 മണിക്കൂർ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്, സെക്യൂരിറ്റിയും പോട്ടെ 24 മണിക്കൂർ റിസപ്ഷനിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധനം എടുത്തത്. നമ്മൾ 8 മണി തൊട്ട് ഇവരെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവര് ഫോൺ എടുക്കണല്ലോ. ഫോൺ എടുക്കാതെ നമ്മൾ എന്താ ചെയ്യാനാ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് ഫോൺ എടുത്ത് ആക്ച്വലി ഇവരെ ഫോൺ വിളിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് പറയാനാ നമ്മൾ ലേറ്റ് ആവും. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ കീയോ, യൂഷ്വലി അങ്ങനെ ചെയ്യണേ, അത് ഒന്നെങ്കിൽ കീയോ കാര്യങ്ങളോ എന്തെങ്കിലും വെളിയിൽ വെക്കോ അതിൽ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വന്ന് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവരെ വിളിച്ചിട്ട് ഇവര് ഫോൺ എടുക്കണല്ലോ. അവസാനം ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു നിങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, 1 മണിയായി, ഒരു കാരണവശാലും നിങ്ങളെ നമ്മൾ ഓക്കെ അല്ല. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇനി അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കി ഇനി ആക്ച്വലി നമുക്ക് വേണ്ടി തിരിച്ച് പോലീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കയറി കിടന്ന് അവിടെ കിടക്കാൻ പറ്റും, പക്ഷെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. ഞങ്ങളപ്പം നേരെ നൈസായിട്ട് തൊട്ടടുത്ത ടൗണിലേക്ക് വന്നു. ഹൊക്കിട്ടിക്ക ഗ്രേമോത്തിന്നൊരു 30 മിനിറ്റ്സിന്റെ ടൈം ഉള്ളൂ. അപ്പൊ അവിടെ വന്ന് ഞങ്ങള് കുറച്ചേരം വന്ന് അവിടേക്ക് ഒന്ന് നോക്കി. അപ്പോഴത്തേന് 2 മണി കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങള് നേരെ ഇവിടെ ഒരു BP-ന്റെ പമ്പ് ഉണ്ട്. ആ പമ്പിലാണ് ഇപ്പോഴും ഉള്ളത്. ആ പമ്പിലേക്ക് വന്നു. ആ പമ്പിൽ വന്ന് ഞങ്ങള് ജസ്റ്റ് ഒരു സൈഡിലേക്ക് ഒതുക്കി കിടന്നുറങ്ങി. കമ്പിലേക്ക് ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ടായി. ബ്ലാങ്കറ്റ് എല്ലാം എടുത്തോണ്ട് വന്നു പൊതച്ച് ഇറങ്ങി നല്ലതായിട്ട് കിടന്നുറങ്ങി. ഇപ്പൊ സമയം 8 മണി. പക്ഷെ ഉറക്കൊന്നും അത്ര ശരിയായിട്ടില്ല. എന്റെ കിളി പോയിട്ടിരിക്കുകയാണ്, സ്ലീപ്പ് ആയിട്ടില്ല. ഉറക്കൊക്കെ ശരിയാവാറുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നേരെ ക്യൂൻസ് ടൗണിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അവിടെ ചെന്നിട്ട് ഹോട്ടൽ എടുത്ത് കിടന്നുറങ്ങാം. ഇവിടെ കയറി ഒന്ന് ഫ്രഷ് ആയി മുഖമൊക്കെ കഴുകി അതെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ. ബൈ. കിളി പോയിട്ടിരിക്കുകയാണ്. അടുത്ത എങ്ങനെ വീഡിയോ എടുക്കുന്നത് എനിക്കറിയാൻ പറ്റും. കിളി പോയാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓക്കെ ബൈ.